നമസ്കാരം. ആഫ്രിക്കയിൽ നിന്ന് പണമുണ്ടാക്കി ആ പണം കൊണ്ട് ഇന്ത്യ പിടിക്കാൻ വരുന്നൊരു കമ്പനി. കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇത് സത്യമാണ്. യൂണി ഹെൽത്ത് എന്ന കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ ഈയൊരു പ്രത്യേകതരം ബിസിനസ് മോഡൽ, അതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോ ശരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്. യുഗാണ്ടയിലൊക്കെ ഹോസ്പിറ്റൽ നടത്തുന്നൊരു കമ്പനി അത്ര വലുതൊന്നുമല്ല. അവർക്കെങ്ങനെയാണ് ഇന്ത്യയിലെ ഈ വമ്പൻ ഹോസ്പിറ്റൽ ശൃംഖലകളോട് മത്സരിക്കാൻ പറ്റുന്നത്? എന്താണ് അവരുടെ ധൈര്യം? വാ, നമുക്കിതിന്റെ പിന്നിലെ കഥയൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഈ കഥ തുടങ്ങുന്നത് ഇന്ത്യയിലല്ല, മറിച്ച് ആഫ്രിക്കയിലാണ്. യൂണി ഹെൽത്തിന്റെ സകല വളർച്ചയുടെയും അടിത്തറ, അവരുടെ പവർ ഹൗസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ മണ്ണാണ്. അപ്പോ ആരാണ് ഈ യൂണി ഹെൽത്ത്? ശരിക്കും 2010-ലാണ് ഇവർ തുടങ്ങുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും പിന്നെ 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലുമായി ഇവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. UMC ഹോസ്പിറ്റൽസ് എന്ന പേരിൽ ഏകദേശം ഒരു 200 ബെഡ്സ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽസ് മാത്രമല്ല കേട്ടോ, കൺസൾട്ടൻസി, ഫാർമ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ മെഡിക്കൽ വാല്യൂ ട്രാവൽ, അങ്ങനെ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് കൊള്ളാമോ ഇല്ലയോ എന്നറിയാൻ അതിന്റെ കണക്കുകൾ നോക്കിയാൽ മതിയല്ലോ, അല്ലേ? അപ്പൊ യൂണി ഹെൽത്തിന്റെ കണക്കുകൾക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അവരുടെ ഈ പ്ലാനൊക്കെ വർക്ക് ആവുന്നുണ്ടോ? ദാ ഈ നമ്പറൊന്ന് നോക്കിക്കേ, 63.5%. ഇത് വെറും ചെറിയൊരു കണക്കല്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായ വളർച്ചയാണിത്. അതും സാമ്പത്തിക വർഷം 2025-ന്റെ രണ്ടാം പകുതിയിലു മാത്രം. ചുരുക്കി പറഞ്ഞാൽ അവരുടെ പ്ലാനുകൾ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇനി വരുമാനത്തിന്റെ കാര്യം നോക്കിയാൽ കണ്ടില്ലേ, 27.5 കോടിയിൽ നിന്ന് 33 കോടിക്കു മുകളിലേക്ക് വരുമാനം കൂടിയിട്ടുണ്ട്. വളരെ വ്യക്തമായ വളർച്ച. പക്ഷേ വരുമാനത്തേക്കാൾ നമ്മളെ ഞെട്ടിക്കുന്നത് ലാഭത്തിന്റെ കണക്കാണ്. നോക്കൂ, 6 കോടിയിൽ നിന്ന് ഏകദേശം 10 കോടിയിലേക്കാണ് ഒരു ചാട്ടം. അതായത് വെറുതെ ബിസിനസ് വളരുകയല്ല, നല്ല ലാഭത്തിൽ തന്നെയാണ് ഈ വളർച്ച എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ചാർട്ട് നോക്കൂ. ഇവരുടെ വരുമാനത്തിന്റെ 83% വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? ആഫ്രിക്കയിൽ നിന്ന്. ഇന്ത്യയുടെ സംഭാവനയോ വെറും 15% മാത്രം. ഇതാണ് ഇവരുടെ ഗെയിം പ്ലാനിന്റെ രഹസ്യം. ആഫ്രിക്കയാണ് ഇവരുടെ പണം കായ്ക്കുന്ന മരം. ആ മരത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഇവർ ഇന്ത്യ എന്ന പുതിയ മണ്ണിൽ വിത്ത് നടുന്നത്. അപ്പോ ഈ 2 ഭൂഖണ്ഡങ്ങളിലായി ഇവർ കളിക്കുന്ന കളി ഒന്നല്ല, രണ്ടിടത്തും 2 തരം സ്ട്രാറ്റജിയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ദാ ഇത് നോക്കൂ. ആഫ്രിക്കയിൽ ഇവരുടെ ബിസിനസ് നല്ല സെറ്റാണ്. ഉയർന്ന മാർജിൻ, അതായത് നല്ല ലാഭം കിട്ടുന്നുണ്ട്. IVF പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസുകളാണ് അവിടെ ഫോക്കസ്. അവിടെ പക്ഷേ കറൻസിയുടെ പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായ റിസ്കുകളുമുണ്ട്. ഇനി ഇന്ത്യയുടെ കാര്യം നോക്കിയാലോ? ഇവിടെ ഇവർ പുതിയ ആളുകളാണ്, പക്ഷെ വളരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ മത്സരം ഭയങ്കരാണ്. അപ്പൊ സ്വാഭാവികമായും ഇവിടത്തെ പ്ലാൻ വേറെ ലെവലാണ്. അപ്പോ എന്താണ് ഇന്ത്യയിലെ ഇവരുടെ സൂപ്പർ പ്ലാൻ? അതിനെയാണ് അസറ്റ് ലൈറ്റ് മോഡൽ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, വലിയ ഹോസ്പിറ്റൽ കെട്ടിടങ്ങളൊന്നും ഇവര് കോടികൾ കൊടുത്ത് വാങ്ങുന്നില്ല. പകരം റെഡിയുള്ള സൗകര്യങ്ങൾ ലീസിനെടുക്കുന്നു. ഇതിന്റെ ഗുണമെന്താ? വലിയൊരു തുക തുടക്കത്തിലേ മുടക്കണ്ട. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുതിയ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ തുടങ്ങാനും പറ്റും. നല്ലൊരു ബുദ്ധിയാണല്ലേ? ഇവരുടെ സ്ഥാപകൻ ഡോക്ടർ അക്ഷയ് പരമർ പറയുന്നത് കേൾക്കൂ. ഞങ്ങളുടെ ടാർഗറ്റ് 50 മുതൽ 175 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലുകളാണ്. ഇതിന്റെ അർത്ഥമെന്താ? ആയിരക്കണക്കിന് ബെഡുള്ള വലിയ ഹോസ്പിറ്റലുകളോട് തല തല്ലാൻ ഇവർ പോകുന്നില്ല. പകരം ഓരോ രോഗിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ചെറിയ എന്നാൽ മികച്ച സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി പോകുന്നുണ്ട്. ഇനി ഇവരുടെ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഇവരുടെ സ്വപ്നം വലുതാണ്. അവരുടെ യാത്ര നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. 2010-ൽ മെഡിക്കൽ ട്രാവൽ ഏജൻസിയായി തുടങ്ങി. 2017 ആയപ്പോഴേക്കും ഉഗാണ്ടയിലും നൈജീരിയയിലും സ്വന്തം ഹോസ്പിറ്റലുകളായി. പിന്നെ 2023-ൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. ഇപ്പോഴിതാ 2025-ൽ ഇന്ത്യയിൽ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരാൻ പോകുന്നു. അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്താണെന്നോ? ആഫ്രിക്കയിലും ഇന്ത്യയിലുമായി 1000-ലധികം ബെഡ്സുള്ള ഒരു വലിയ നെറ്റ്വർക്ക്. ആ 1000 ബെഡിലേക്കുള്ള വഴി വെറുതെ പറയുന്നതല്ല. അതിനൊരു കൃത്യമായ പ്ലാനുണ്ട്. ആദ്യം നവി മുംബൈയില് ഒരു 60 ബെഡ് ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് നാസിക്കില് അതിലും വലുത്, അതോടൊപ്പം ടെൻസാനിയയിലും ബിസിനസ് വികസിപ്പിക്കും.
കെനിയ, എത്യോപ്യ പോലുള്ള പുതിയ രാജ്യങ്ങളിലേക്കും കണ്ണുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ചിട്ടയായ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വളർച്ചാ പദ്ധതിയാണിത്. പക്ഷേ ഏതൊരു ബിസിനസ് സ്റ്റോറിയിലും നല്ല വശങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ടാവുക, കുറേ വെല്ലുവിളികളും ഉണ്ടാവും. യൂണി ഹെൽത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കതുകൂടി ഒന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ? ആഫ്രിക്കയിലെ ആ ഹൈ മാർജിൻ ബിസിനസ് തന്നെ. അതാണ് ഇവരുടെ പവർ. പിന്നെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാർ തന്നെയാണ് കമ്പനി നടത്തുന്നത് എന്നതും ഒരു വലിയ ശക്തിയാണ്. ഇനി വീക്ക്നെസ് നോക്കിയാലോ? ഗവൺമെന്റ് പേയ്മെന്റ് വൈകുന്നത് പോലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കറൻസിയിലെ വ്യത്യാസങ്ങൾ. നൈജീരിയൻ നൈറയുടെയൊക്കെ വിലയിടിഞ്ഞാൽ അതിവരെ ബാധിക്കും. ഇന്ത്യൻ മാർക്കറ്റിലെ മത്സരമാണെങ്കിൽ പറയുകയും വേണ്ട. ഇതൊക്കെയാണ് ഭീഷണികൾ. പക്ഷെ ഇതിനെല്ലാം അപ്പുറം ഇന്ത്യയിലും ആഫ്രിക്കയിലും ഇവർക്ക് മുന്നിലുള്ള അവസരങ്ങൾ വളരെ വലുതാണ്. അതാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം. അപ്പോ യൂണി ഹെൽത്തിന്റെ ഈ കഥ ശരിക്കും 2 ഭൂഖണ്ഡങ്ങളിലായി എഴുതുന്ന ഒരു പ്രത്യേകതരം സ്ക്രിപ്റ്റാണ്. ആഫ്രിക്കയിലെ ലാഭം എന്ന അടിത്തറയിൽ നിന്ന് ഇന്ത്യയിലെ വളർച്ച എന്ന വലിയൊരു കെട്ടിടം പണിയാൻ അവർക്ക് സാധിക്കുമോ? ആരോഗ്യരംഗത്തെ ഈ വമ്പൻ തിമിംഗലങ്ങൾക്കിടയിൽ ഈ ചെറിയ മീനിന് നീന്തിക്കയറാൻ കഴിയുമോ? അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.